നമ്മൾ ഈ പ്രസ് മീറ്റ് വിളിച്ചത് ഇന്ന് കണ്ണൂർ കലക്ട്രേറ്റിലാണ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടക്കുക. ആ ഹിയറിങ്ങിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഹിയറിംഗ് അല്ല അവിടെ നടക്കുന്നത്. ഇതിൻ്റെ സമയക്രമങ്ങൾ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ കൃത്യമായി കളക്ടർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷനും കൃത്യമായി നമ്മൾ പരാതി കൊടുത്തിരുന്നു. കാരണം ഒരു ദിവസം കൊണ്ട് ഇത്രമാത്രം പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല. അത് കേൾക്കാനുള്ള സമയം അവർ ടൈം ഷെഡ്യൂൾഡ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഈ സമയം കൊണ്ട് ഇത്രയും പരാതികളെ കേൾക്കാനുള്ള സമയമില്ല. 1379 പരാതികളാണ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ളത്. ആ പരാതികൾ കേൾക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും പേരാണ് കളക്ടറേറ്റിൽ ഉള്ള രാവിലെ ഉള്ളത്, അതായത് രാവിലത്തെ സമയം. ഇനി അവർക്ക് സമയം വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 2 മണിക്കൂർ വെച്ചിട്ടുള്ള സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രാവിലെ 9:30 മണി സമയത്തുള്ള ജനക്കൂട്ടമാണ്. ഇവരെ ഈ ആൾക്കാരെ ഒരാളെ 1 മിനിറ്റെങ്കിലും കേൾക്കാനുള്ള സമയം എത്ര വേണ്ടി വരുമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. 2 ദിവസം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു മറുപടിയുമില്ല, ഒരു ഇല്ല. അപ്പോൾ ഇത് പ്രഹസനമായിട്ടുള്ള ഒരു ഹിയറിംഗ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ എഴുതിയെടുക്കുന്നത് പെൻസിലുകൊണ്ടാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഈ പെൻസിൽ കൊണ്ട് എഴുതിയ സാധനം ഈ ഹിയറിങ്ങിന് പരാതിക്കാരന് അതിൻ്റെ കോപ്പിയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പെൻസിൽ കൊണ്ട് നേരെ വായിച്ചിട്ട് നമ്മളെന്തിനാ ഈ പെൻസിൽ കൊണ്ട് സാധാരണ എഴുതുന്നത്? എന്തിനാ? അവിടെ എന്തെങ്കിലും വായിച്ചിട്ട് വേറെ എന്തെങ്കിലും എഴുതാനല്ലേ നമ്മൾ പെൻസിൽ കൊണ്ട് സാറിന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെന്നുകൊണ്ടല്ലേ. ഇത് പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. അതിൻ്റെ കോപ്പി അവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എന്താണ് എഴുതിയത്, എന്താണ് കൊണ്ടുപോയത്, എന്താണ് ആർക്കാ മനസ്സിലാവുക? ആർക്കൊന്നും തിരിയില്ല. ഇതിപ്പോൾ ശരിക്കും വളരെ വ്യക്തമായി കണ്ണൂർ ജില്ലയിലെ നടന്നിരിക്കുന്ന ഡീലിമിറ്റേഷനായി അവരുടെ ആദ്യത്തെ ആ കരടിൽ ഈ മലപ്പുട്ടം പഞ്ചായത്തിൻ്റെ ഒരു ദേശത്ത് നിന്ന് തുടങ്ങി മറ്റേ ദേശം വരെ അപ്പുറത്ത് വരെ ഉള്ളതാണ്. ഒരു നീണ്ട ഒരു ലൈനാണ്, ഒരു വാർഡ്. അതായത് നമ്മളവിടെ ജയിച്ച ഒരു വാർഡിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാൻ പറ്റുമെന്ന് നോക്കിയിരിക്കുകയാണ്. അതുപോലെ രാമന്തളിയിൽ വിചിത്രപരമായ സംഭവമാണ്. അതുപോലെ പരിയാരം, ഇങ്ങനെ തുടങ്ങി ചില വളരെ നമ്മൾ ആ ഗ്രാഫ് കണ്ടാൽ കൃത്യമായി നമുക്ക് അത് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ നേരിട്ട് ജില്ലാ ലീഡർഷിപ്പ് നമ്മൾ നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷേ ഇതൊന്നുമല്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സംവിധാനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വിജയിക്കുക, അതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയില്ല. കള്ളവോട്ടുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അത് വേറെ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനത്തോടു കൂടി ജനാധിപത്യ മര്യാദകളെ എല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നീതിപൂർവമായ നിലപാട് അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ശക്തമായ മറ്റു രീതിയിലുള്ള നിയമപരമായ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ നിയമപരമായി നമ്മളത് നേരിടും. ഒപ്പം തന്നെ നമുക്ക് മറ്റ് സമരമാർഗങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇന്നത്തെ ഇവിടെ നടന്ന ഈ ഹിയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യഥാർത്ഥ ജനവിധി പ്രതിഫലിക്കാതിരിക്കാൻ CPM നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ള കുടുസായിട്ടുള്ള ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ഡീലിമിറ്റേഷൻ പ്രക്രിയയും അതിനെ തുടർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിയറിങ്ങും എന്നുള്ളതാണ് വസ്തുത. വാർഡ് വിഭജനം
യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുകയും തുടക്കത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു വാർഡുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു പൊതു സമീപനം സർക്കാർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ തന്നെ എല്ലാ വാർഡുകളെയും ബന്ധപ്പെടുത്തിയും ഡിവിഷനുകൾ ബന്ധപ്പെടുത്തിയും വിഭജനം വരും എന്ന് നമ്മളെല്ലാം പറഞ്ഞതാണ്. അത് തന്ത്രപൂർവ്വം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി തെരഞ്ഞെടുപ്പ് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പം ഇന്നിവിടെ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിമിറ്റേഷൻ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ 1379 പരാതികൾ ജില്ലയിലെ 76 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചിട്ടുള്ള പരാതികളാണ് 1379. ഉച്ചക്ക് 2 മണിക്ക് മുമ്പ് 9 മണി മുതൽ 11 മണി വരെ അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത് 469 പരാതികൾക്കാണ്. 9 മണി മുതൽ ആരംഭിച്ച് 11 മണിക്ക് തീർക്കാൻ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ ബ്ലോക്കുകളിലെ എല്ലാ പഞ്ചായത്തുകളും, അതുപോലെ തന്നെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ആന്തൂർ തുടങ്ങിയിട്ടുള്ള 3 മുനിസിപ്പാലിറ്റികളിലെ പരാതികൾ 9 മണി മുതൽ തുടങ്ങി 11 മണിക്ക് തീർക്കണം എന്നാണ്. 469 പരാതികളാണുള്ളത്. 11 മണിക്ക് തുടങ്ങിയിട്ട് 1 മണിക്ക് തീർക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് 444 പരാതികളാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 900-ന് മുകളിലുള്ള പരാതികൾ ഈ 1 മണിക്ക് മുമ്പായി തീർക്കണം. കല്യാശ്ശേരി, പാനൂർ, ഇരിക്കൂർ, കൂത്തുപറമ്പ് ബ്ലോക്കുകളിലെ എല്ലാ പഞ്ചായത്തുകളും, കണ്ണൂർ കോർപ്പറേഷനിലെയും കൂത്തുപറമ്പ് നഗരസഭയിലെയും പരാതികൾ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 469, 444 കൂട്ടിയാൽ 900-ന് മുകളിലുള്ള പരാതികൾ 1 മണിക്ക് മുമ്പ് തീർത്തിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എടക്കാട്, തലശ്ശേരി, ഇരിട്ടി ബ്ലോക്കുകളിലെ പഞ്ചായത്തുകളും തലശ്ശേരി, ഇരിട്ടി നഗരസഭകളും ആ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം 466 പരാതികളാണ് വന്നത്. ഇത് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം, ഇത് കൃത്യമായിട്ടുള്ള ഒരു ഹിയറിംഗ് നടക്കില്ല, പരാതിക്കാരന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള അവസരം ഉണ്ടാകില്ല, അത് കൃത്യമായി രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് സമയമുണ്ടാകില്ല എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും നേരത്തെ വരച്ചു വെച്ചിട്ടുള്ളൊരു ചിത്രമുണ്ട്. ആ ചിത്രം കൃത്യമായി നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഹിയറിംഗ് നടത്തുക എന്നതിൻ്റെ അപ്പുറത്ത് ഈ ഹിയറിങ്ങിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല, അതുകൊണ്ട് റിസൾട്ടും ഉണ്ടാകില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ജനങ്ങളെ സ്വഞ്ജനം കുത്തുകയും അവരെ കബളിപ്പിക്കുകയും രാഷ്ട്രീയ പാർട്ടികളെ അടക്കം വിഡ്ഢികളാക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. സർക്കാരിൻ്റെ താളത്തിനനുസരിച്ച് മാറുന്ന ഒരു സമീപനം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനെതിരായി പ്രതികരിക്കും. നിയമപരമായിട്ടുള്ള പോരാട്ടം നമ്മൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ശ്രീകണ്ഠാപുരം, അതുപോലെ തന്നെ പാനൂർ നഗരസഭകളിൽ നേരത്തെ വാർഡ് വിഭജനം നടത്തിയിട്ട് പ്രപ്പോസൽ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിച്ചപ്പോഴാണ് UDF അതിനെതിരായിട്ട് നിയമ പോരാട്ടം തുടങ്ങിയത്. കോടതി വളരെ വ്യക്തമായിട്ടും ആ പ്രപ്പോസൽ റദ്ദ് ചെയ്തുകൊണ്ട് അവിടെ 2005 ഇത് ലാക്കാക്കിക്കൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെയും സർക്കാരിൻ്റെ താളത്തിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് യുക്തമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിക്കുന്ന ഒരു സമീപനം ഉണ്ടാകരുത് എന്ന് വളരെ കൃത്യമായിട്ട് എല്ലാവരോടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂരിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സർക്കാർ വിരുദ്ധ വികാരം രൂപപ്പെട്ടു വരുന്നൊരു സാഹചര്യത്തിൽ പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പോടുകൂടി തങ്ങൾക്ക് അനുകൂലമാക്കി ഈ അശാസ്ത്രീയമായിട്ടുള്ള വാർഡ് വിഭജനം നടത്തി അത് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും UDF ചെറുക്കും എന്നാണിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഇതിനകത്ത് കഴിഞ്ഞ തവണ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയൊക്കെ പരാതികൾ കൊടുത്തപ്പോൾ ആ പരാതികൾ എന്താണെന്ന് പരിശോധിക്കുന്ന കൃത്യമായ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിന് ശേഷം
ഈ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് പരാതി കൊടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ പരാതിക്ക് ആ കഴമ്പുള്ളതാണോ അല്ലയോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കാണാൻ പറ്റുമായിരുന്നു, കേൾക്കാൻ പറ്റുമായിരുന്നു. ഇത്തവണ അതിന് വിവരാവകാശം കൊടുത്തിട്ടും മറുപടിയില്ല. ഇന്നവിടെ പോയ ആളുകളോട് എന്താണ് റിപ്പോർട്ടെന്ന് ചോദിക്കുമ്പോൾ ആ റിപ്പോർട്ട് എന്താണെന്ന് കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞതുപോലെ 1379 പരാതി 6 മണിക്കൂർ സമയമെന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 360 മിനിറ്റാണ്. 1379 പരാതി 360 മിനിറ്റിൽ കേൾക്കണമെങ്കിൽ 1 മിനിറ്റിൽ 4-ലധികം പരാതി കേൾക്കണം. 1 മിനിറ്റിൽ നമ്മൾ ആലോചിച്ചാൽ മതി. 5-ലധികം പരാതി കേൾക്കുന്നത് 1 മിനിറ്റിൽ. അപ്പോൾ ഇതൊരു ശരിക്കൊരു നാടകം നടത്തുക, നമ്മളൊക്കെ വിഡ്ഢികളാക്കുക. ഈ സാക്ഷര കേരളത്തിൽ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് ഒപ്പിച്ച് കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ട് സംവിധാനം കൊണ്ടുപോകുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തെ, ഈ പറയുന്ന ജനവിധിയെ അട്ടിമറിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ട് ഒരു നീതിവിശേഷ നടപടികളൊക്കെ ഉണ്ടാകേണ്ട കാര്യം? അതിനുവേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. ജനഹിതം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതിന് സർക്കാർ സംവിധാനത്തെയും ഉന്നത IAS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം. തീരുമാനം അംഗീകരിക്കാൻ ഗവൺമെന്റ് ഒരു സംവിധാനം ആക്കി കഴിഞ്ഞാൽ നമ്മൾ കോടതിയിലേക്ക് പോകും. കോടതി അന്തിമമായ തീരുമാനം എടുക്കും. കോടതി എന്താണ് തീരുമാനം എടുക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കും. ജെന്യുവിനായിട്ടുള്ള പരാതികൾക്കും മാന്യമായിട്ടുള്ള പരിഹാരം ഉണ്ടായാൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, രാമന്തളി പഞ്ചായത്തിൻ്റെ കാര്യം, മലപ്പട്ടം പഞ്ചായത്തിൻ്റെ കാര്യം, പരിയാരം പഞ്ചായത്തിൻ്റെ കാര്യം. അങ്ങനെ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് അവിടുത്തെ സെക്രട്ടറിമാരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ പിന്തുണക്കുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിയമപരമായിട്ട് പോയിട്ടുള്ള പോരാട്ടം അനിവാര്യമായി വരും. ഇത് ഉദ്യോഗസ്ഥരെ CPM അവരെ ഉപയോഗിച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്യിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഏർപ്പാടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളതിൽ ഈ നടക്കുന്ന ഹിയറിംഗുമായി നമുക്ക് എത്രത്തോളം കേൾക്കാൻ കാണാൻ. പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പെൻസിൽ കൊണ്ട് എഴുതിയ കടലാസ് അത് എങ്ങനെ നമുക്ക് അതിൻ്റെ, അല്ലെങ്കിൽ ആ എഴുതിയ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി തരണം. പിന്നെ അവിടെ എന്താണ് എഴുതിയതെന്ന് തന്നെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? എന്താണോ എഴുതി കൊണ്ടുപോകുന്നതെന്ന് അത് മായിച്ചിട്ട് അതേപോലെ വേറൊരു പേജിൽ എഴുതാൻ. പരാതി കൊടുത്തവരെ നമ്മളവിടെ സന്ദർശിച്ചു. ഇത് നമ്മൾ നേരത്തെ ഇവർക്ക് മെയിൽ ചെയ്തിരുന്നു. നമുക്ക് ഒരു ദിവസം പറ്റില്ല. നമ്മൾ വേറൊന്നുമല്ല ചോദിക്കുന്നത്, നമുക്ക് ആ പരാതി കേൾക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ടിയോ പറഞ്ഞ പോലെ ഈ പിന്നെ ഒരു മിനിറ്റിൽ 5 പേരെ കേൾക്കാൻ വേണ്ടി എങ്ങനെ സഹിക്കാം? ഏതാ പഞ്ചായത്ത് നിന്ന് ചോദിച്ചിട്ട് എഴുതുമ്പോൾ തന്നെ ആയില്ലേ 60 സെക്കൻഡ്. നമ്മളൊരു 3-ാം തീയതി കൊടുക്കും. 3-2 അത് ഇതിന്റെ ഈ ഷെഡ്യൂൾ വന്നപ്പോൾ ഷെഡ്യൂൾ വന്നത് ഇപ്പോൾ അല്ലേ? ഷെഡ്യൂൾ വന്നപ്പം തന്നെ അന്ന് തന്നെ നമ്മൾ പരാതി കൊടുത്തു, മെയിൽ ചെയ്തു. ഷെഡ്യൂൾ വന്നപ്പോൾ അതിന്റെ 2 ദിവസം ആക്കുന്നതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല. നമ്മളത് മാത്രം കേൾക്കണമെന്നോ മറ്റു മാത്രം തള്ളണമെന്നോ അല്ല. എന്താണ് നമ്മൾക്ക് പറയാനുള്ളതെന്ന് ക്ഷമയോടെ കേൾക്കുക. അതിനകത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കുക. ആ ഒരു കാര്യമേ പറഞ്ഞു. അത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. 1 മിനിറ്റിൽ 5 പേരുടെ പേര് എഴുതാൻ 1 മിനിറ്റ് എടുക്കും പഞ്ചായത്ത് എഴുതാൻ. അത് നേരത്തെ തന്നെ നമ്മൾ വന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പരാതിക്ക് അവരുടെ ഉദ്യോഗസ്ഥർ വന്ന് സംസാരിച്ചു പോയി. അതിനുശേഷം അവർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിയറിംഗ് ആണ് കലക്ടറേറ്റിൽ നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഹിയറിംഗ് ആണ് ഇപ്പോൾ. ഈ ഹിയറിംഗിലെ ടൈമാണ് നമ്മളിവിടെ പറയുന്നത്. 1 മിനിറ്റിൽ 5 ആളെ കാണാൻ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഹിയറിംഗ് എന്ന് പറയുന്നത്? എങ്ങനെയാണ്? അപ്പോൾ അതിനകത്ത് അപ്പോൾ വന്നു, കേട്ടു, എഴുതി പോയി, ഒന്നുമില്ല.
അതായത് നടപടിക്രമം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രം ഇപ്പം നടക്കുന്നു. നടപടിക്രമം പൂർത്തിയാക്കുക, മറിച്ച് പരാതിക്കാർക്ക് ആ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആത്മാർത്ഥമായ ശ്രമങ്ങൾ എവിടെയും നടത്തിയിട്ടില്ല എന്നതാണ്. അതൊരു പ്രഹസനമാകുന്നു എന്നതാണ് പറഞ്ഞത്. അത് സീനിയറായ 2 IAS ഉദ്യോഗസ്ഥർ, ഷാജഹാൻ ഇതിൻ്റെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ്, ഇയാൾ കിഷോർ എന്നതല്ലേ അല്ല മറ്റേ ഹരികിഷോർ എന്ന IAS ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, ഈ 3 പേരാണ് കേൾക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്ന് ഇരുന്നിട്ട് ഈ ഒരു പ്രഹസനം നടത്തി പോകുമ്പോൾ അത് ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്കത് നോക്കിയാൽ ബോധ്യമാകുന്ന കാര്യമാണ്. 11 ജില്ലകളിലെ ഹിയറിംഗ് പൂർത്തിയായി. ഈ 11 ജില്ലകളിലും 1000-ൽ താഴെ പരാതികൾ മാത്രമേ ഉണ്ടായിരുന്നില്ല. മലപ്പുറത്തും കോഴിക്കോടുമാണ് 2000-ൽ കൂടുതൽ പരാതികളുള്ളത്. അവിടെയൊക്കെ 2 ദിവസം വെച്ചിരുന്നു. അപ്പോൾ 1000-ൽ കൂടുതൽ പരാതികൾ ഉള്ളിടത്ത് സ്വാഭാവികമായി 2 ദിവസം വെക്കേണ്ടതായിരുന്നു. അതാണ് നമ്മൾ DCCയുടെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം. എന്നിട്ടും അത് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രയാസകരം. അല്ല, ഡീലിമിറ്റേഷനിൽ കോടതിയിൽ പോകേണ്ട സമയം ആയിട്ടില്ല. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകണ്ഠാപുരം, പാനൂര് നഗരസഭകളിൽ ഈ വാർഡ് വിഭജനം ഇപ്പം അനിവാര്യമല്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ പോയിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള വിധി വരികയും ചെയ്യും. ഇനിയിപ്പോൾ കോടതിയിൽ പോകേണ്ടത് ഈ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഈ ഹിയറിങ്ങിൻ്റെ ഇത് പ്രഹസനമാകുമ്പം നിരവധി പരാതികളാണ് കോടതികളിലേക്ക് പോവുക. അത് പരിഹരിക്കാനാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഹിയറിംഗ് നടത്തുന്നത്. ആ ഹിയറിംഗ് തന്നെ ഈ പറഞ്ഞ പോലെ 1 മിനിറ്റിൽ 5 ആളെ കേൾക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നന്നായി നടക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ സംശയം. ഈ ഒരു ദിവസം 2 ദിവസം ആയിക്കഴിഞ്ഞാൽ അത് ദിവസം കൂടുതലാണ്. അല്ല, അത് ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കേണ്ട കാര്യമായിരിക്കും. തെരഞ്ഞെടുപ്പ് അങ്ങനെ നീളാനും സാധ്യതയില്ലല്ലോ. ഭരണഘടനാപരമായി തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ടൈമുണ്ടല്ലോ, ആ ടൈമിനുള്ള ഇതിൽ ഏത് കാര്യം പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതിപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. ഇത് എപ്പോഴത്തെ പരാതി ഇപ്പോൾ ഉള്ള പരാതിയൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും ഇല്ല. പക്ഷേ ഇപ്പം ഭരിക്കുന്നത് 8 വർഷം 8.5 വർഷമായിട്ട് ഞങ്ങളല്ല. ഞങ്ങളതിനകത്ത് വിജിലൻസിനെയും സ്വാധീനിക്കാനില്ല, ആരെയും സ്വാധീനിക്കാൻ നമ്മൾ പോയിട്ടില്ല. എൻ്റെ അറിവിൽ ഒരു കോൺഗ്രസ് നേതാവും അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അവിടെ നേരത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരാതി ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഞാൻ കേൾക്കുന്നത്, എൻ്റെ അറിവിൽ അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്, പറഞ്ഞു കേൾവിയാണ്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ആരായും കേസ് കൊടുത്തായോ ഒന്നും കാര്യങ്ങളില്ല. അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് പോകുന്നല്ലാണ്ട് നമ്മളാരും ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അറിവിൽ ഒരു കോൺഗ്രസ്, ഞാനെന്നല്ല, ഒരു കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ ഉള്ള പാർട്ടിയിലെ സജീവമായിട്ടുള്ള ഒരു നേതാവും അത്തരം ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇന്നോ ഇന്നലെയോ വന്ന കേസല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം തന്നെ നിങ്ങൾക്കറിയാലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് നിന്ന് ഒരുപക്ഷെ ഊരാനും പിടിക്കാനും അതിനകത്തുനിന്ന് പല രീതിയിലുള്ള അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ചില നമ്പറുകളും അടവുകളും ഒക്കെ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നതാണ്. അതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നാണ്. അത് നിങ്ങൾക്ക് കൃത്യമായി ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാവുന്നതാണ്. എവിടെയാണ് കേസ്, ആരാണ് കേസ് കൊടുത്തത്, എന്താണ് ഇങ്ങനെ വരാനുണ്ടായ കാരണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അറിയാമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാകും. ഈ ഇന്നലെ മുതൽ നിങ്ങളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഇത് പാർട്ടി അങ്ങനെ ഒരു ഇതിലേക്ക് ഇപ്പം നമ്മളൊരു ചർച്ച അതിനകത്ത് പാർട്ടിയിൽ എടുക്കുന്ന കാര്യത്തെ പറ്റി അങ്ങനെ ഒരു ചർച്ച നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല.
ഇങ്ങനെ ഒരു ഡിസ്കഷൻ പാർട്ടി തലത്തിൽ അത് ഒന്ന് ആദ്യം നടക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ പഞ്ചായത്ത് തലത്തിലാണ്. അവിടെ അങ്ങനെ ഒരു അവിടെ നിന്നാണ് നമുക്ക് പ്രപ്പോസലും കാര്യങ്ങളും വരേണ്ടത്. ആ ലോക്കൽ കമ്മിറ്റി അവിടുത്തെ പഞ്ചായത്ത് മണ്ഡലം തല കമ്മിറ്റിയിൽ പ്രാദേശിക തലത്തിലുള്ള ഒരു പ്രപ്പോസലും അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടില്ല. പഞ്ചായത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും സസ്പെൻഡ് ചെയ്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അവിടെ തിരിച്ചെടുക്കണമെങ്കിൽ അതിൽ വരേണ്ടത് അവിടെയാണോ അവിടെയുള്ള മണ്ഡലം കമ്മിറ്റിയും അതിനുശേഷം അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിയും പറഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം അവരുടെ ഡയറക്ഷൻ അവരുടെ നിർദ്ദേശാനുസരണമാണ്. നമ്മൾ ഇപ്പോൾ ഒരാളെ പുറത്താക്കുമ്പോൾ നമ്മൾ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി അറിയിക്കും. മണ്ഡലം കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഉണ്ടാവും, അവരുടെ സംഭവം ഉണ്ടാവും, അവർ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവർ അത് നമ്മൾ അന്വേഷിക്കും. അതിന് ന്യായം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അവരെ സസ്പെൻഡ് ചെയ്യും. ഇനി നമ്മൾ തിരിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ പ്രപ്പോസൽ വരേണ്ടത് അവിടുന്ന് പ്രപ്പോസൽ വന്നാൽ അതനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് പാർട്ടി ലീഡർഷിപ്പ് നമ്മൾ കോർ കമ്മിറ്റി ഉണ്ട്. കോർ കമ്മിറ്റി പാർട്ടിക്ക് ഒരു കോർ കമ്മിറ്റി ജില്ലാ തലത്തിലുണ്ട്. പ്രധാനപ്പെട്ട ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ വേണ്ടോ വേണ്ടയോ എന്നൊന്നും പറയാൻ നമ്മളാളല്ല. നമ്മളെന്തിനാ അങ്ങനെ ഒരാളെ വേണ്ട എന്ന് പറയേണ്ട, ഒരാളെ വേണോ എന്ന് പറയാനൊന്നും നമ്മളില്ല. നമ്മൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. അത് വേണോ വേണ്ടോ ലോക്കലിലെ പാർട്ടി ലീഡർഷിപ്പ് അദ്ദേഹത്തെ ഉൾക്കൊള്ളണമെന്നോ അവിടുത്തെ അദ്ദേഹമുള്ള ആ മണ്ഡലം കമ്മിറ്റി പറയും. അവരത് പറയുന്നതിന് കാരണം അവരത് പഠിച്ചിട്ടായിരിക്കില്ല അവർ പറയുന്നുണ്ടാവും. ഇല്ല ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്ന് അവിടെയുള്ളവർ തീരുമാനിച്ചിട്ട് പറയും. പക്ഷെ നിലവിൽ അതല്ല ഞാൻ പറഞ്ഞത്. നിലവിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ അദ്ദേഹം എടുക്കുന്നില്ല, വെറുതെ വരാൻ പോകാത്തൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ട എന്ന് പറയാൻ നമുക്കെന്താ ആവശ്യമിരിക്കുന്നത്? ഇതിനകത്ത് ഒരു വസ്തുതയല്ലേ, പാർട്ടിക്ക് വിധേയനാകണമെന്നല്ലേ നിങ്ങളും പറയുന്നത്. ആ നിലയിലെ അന്നേരമല്ലേ അത് പാർട്ടി ചർച്ച ചെയ്യുള്ളൂ. ചർച്ചയുടെ കാര്യമില്ലല്ലോ. നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡാമേജ് ഇല്ലേ? ഒരു ഔദ്യോഗിക സംവിധാനമല്ലേ. അങ്ങനെ പോലീസ് എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക സംവിധാനം, ഈ പറയുന്നത് ഒരു ഔദ്യോഗിക സംവിധാനം. ആ ഔദ്യോഗിക സംവിധാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം, ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ആ നിലയിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് നോക്കേണ്ടത്. ആ അന്വേഷണം എന്ന് പറയുന്നതിൻ്റെ ആരംഭം എന്താണ്, എവിടെയാണ് എന്ന് സംബന്ധിച്ച് നിങ്ങൾ തന്നെ അന്വേഷിക്കാൻ മിക്കവാറും നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അതിന് പാർട്ടി എന്നുള്ള നിലയിലല്ല. അങ്ങനെയാണ് പാർട്ടി ആ നിലയിൽ എപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവണം. അങ്ങനെയൊന്നുമില്ല. ഇത് എത്രയോ മനസ്സിലാക്കിയിടത്തോളം പ്രസിഡന്റ് പറഞ്ഞതുപോലെ 3-4 വർഷത്തിലധികമായി നിൽക്കുന്ന ഒരു പരാതിയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ നടന്നത് എന്നതാണ് കിട്ടുന്ന വിവരം. അതല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യം അന്വേഷിക്കണം. ഏതെങ്കിലും ആളുകൾക്ക്, നേതാക്കന്മാർക്ക്, പാർട്ടിക്ക് പങ്കിട്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ, അതും അന്വേഷിച്ചിട്ട് പുറത്തു വരട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾക്ക് അതും ചോദിക്കാം. അതല്ലാതെ ഈ പറയുന്ന ഈ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന ഒരാൾ ആ ആരോപണത്തിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി DC പ്രസിഡന്റ് പറഞ്ഞ പോലത്തെ അഭ്യാസങ്ങളുണ്ടാവും. ആ അഭ്യാസത്തിന് അത് ഗൗരവത്തിലെടുക്കുകയും യഥാർത്ഥ വസ്തുത എന്താണെന്ന് മറച്ചു പിടിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥ വസ്തുത എന്താണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. ചില മാധ്യമങ്ങളിലകത്ത് വളച്ചൊടിച്ച വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. വസ്തുത എന്താണോ അതാണ് ജനാറില്ല. അത് ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് പറയും. ഞാൻ ഒരു കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഈ കേസ് സംബന്ധിച്ച് ഇപ്പോഴുള്ള കേസുകളൊന്നും അല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാൻ നമ്മളാളല്ല. നമ്മൾ അതിനകത്ത് ഒരു പാർട്ടിയിലില്ലാത്ത ഒരാളാണ്. പാർട്ടിയിൽ നിന്ന് അത് നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു മീഡിയാസിൻ്റെ മുന്നിൽ പറയേണ്ട കാര്യം നമുക്ക്. അത് നമ്മള് ഇത് DCC നമ്മളെ UDF-ന്റെ സംവിധാനത്തിലോ എല്ലാന്ന് നിങ്ങൾ എന്തിനാ ഇതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ടേ? നമ്മൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി ചർച്ച നടത്തില്ല. നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കേണ്ടത്? നമുക്കൊരു ടെൻഷനും ഇല്ല, നമുക്കൊരു വേവലാതിയും ഇല്ല. അദ്ദേഹം വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അയാളെ എവിടെയെങ്കിലും ചാടണം നിങ്ങൾക്ക് തോന്നുന്നു. നമുക്കിത് സംബന്ധിച്ച് നമുക്കൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു കേസാണ്. ഇപ്പോൾ നമ്മളെ അജണ്ടയിൽ അദ്ദേഹം ഇല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ കേസ്? ഞാൻ വിജിലൻസ് നമ്മളിപ്പോൾ പ്രതിപക്ഷത്താണേ 8 വർഷം 8.5 വർഷമായി. നമുക്കൊന്നും ഒരു സ്വാധീനവും
പോലീസിലെ പിന്നെ വിജിലൻസിൽ എന്താ ഇങ്ങനെ ഈ നമ്മുടെ ചക്കരക്കല്ലിലെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് കിട്ടിയോ? അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് പഠിച്ചിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അതിനകത്ത് നിങ്ങൾക്കൊക്കെ അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള മീഡിയാസിനൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നുള്ള അതുകൊണ്ട് ഞാൻ തന്നെ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് അല്ല, അത് ഒന്നുകൂടി ലീഡർഷിപ്പ് ഞാൻ പറഞ്ഞു, ലീഡർഷിപ്പ് ഒന്നുകൂടി ഇരുന്ന് സംസാരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട അല്ല മീഡിയ അല്ല നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ പോയി അതിനകത്ത് ആര് ഭാഗത്ത് ആരാണ് അതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്, ചിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അതിനെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അല്ല. DCCയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. KPCC മെമ്പറാണ് അതിൻ്റെ പ്രസിഡന്റ്. അതെല്ലാം ശരിയാണ്. പക്ഷേ മറ്റുള്ള ബാങ്കുകളിൽ നടന്നിട്ടുള്ള രീതിയിലുള്ള ഈ വെളുപ്പിക്കലോ കറുപ്പിക്കലോ ഒന്നും അവിടെ നടന്നതല്ല. അതിനകത്ത് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ. ആ KPCC സമിതിയുടെ അവരുടെയൊക്കെ സമയം ഒന്നിച്ച് സിറ്റിംഗ് ചെയ്യാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ട്, കാരണം വെച്ചാൽ ഒന്ന് MKR ആണ്, തിരുവനന്തപുരം ഇവിടെയാണുള്ളത്. അപ്പോൾ പാർലമെൻറ്റാണ് മിക്കവാറും നടക്കുന്നത്. അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് തരാമെന്ന് കഴിഞ്ഞ ദിവസം ഒന്നുമില്ല. അത് അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും വന്ന് പരാതി കൊടുത്ത് നേരെ തന്നെ ചാനലിലേക്ക് അത് ചില അഭ്യാസങ്ങളാണ്. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഈ പാർട്ടിയിൽ അത്ര നിലനിന്ന് പോകുന്നില്ല. അങ്ങനെ വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിച്ച് പൊതുജന മധ്യത്തിൽ കോൺഗ്രസിനെ അപമാനിക്കുക എന്നുള്ള രീതിയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും അത്ര സുഖകരമായ കാര്യമല്ല എന്നുള്ളതാണ്